കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തം പേരിൽ കുറിച്ചിരിക്കുകയാണ് നിർമ്മലാ സീതാരാമൻ. ഇത്രയും ബജറ്റ് അവതരിപ്പിച്ചിട്ടും ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് കാതലായ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാനുള്ള കെൽപ്പ് നിർമ്മലാ സീതാരാമന് ഇല്ലാതെ പോയി എന്നതും കാണാം. വെറും വാചക കസർത്തുകളായി മാറുകയാണ് നിർമ്മലയുടെ ബജറ്റ് പ്രസംഗങ്ങൾ എന്ന വിമർശനം ഇന്നും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ചില ബജറ്റുകൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആ ബജറ്റുകളുടെ ചരിത്രം ഒന്ന് വേഗത്തിൽ നോക്കാം. 1947 RK ഷൺമുഖം ചെട്ടി ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. TT കൃഷ്ണമാചാരി 1957-58 കാലഘട്ടത്തിൽ അവതരിപ്പിച്ച ബജറ്റിൽ വെൽത്ത് ടാക്സ് ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ നികുതി പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത്. വ്യക്തിഗത ആസ്തികളുടെ മൊത്തം മൂല്യത്തിൽ ചുമത്തപ്പെട്ട ഈ നികുതി ഇന്ത്യയുടെ നികുതി നയത്തിൽ തന്നെ കാര്യമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. 2015 സമ്പത്ത് നികുതി നിർത്തലാക്കുന്നതുവരെ വിവിധ രൂപങ്ങളിൽ ഈ നികുതി ഇന്ത്യൻ നികുതി സമ്പ്രദായത്തിന്റെ ഭാഗമായി തുടർന്നിരുന്നതാണെന്നും കാണാം. 1991 മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ പരിഷ്കാരങ്ങൾ ഉടലെടുത്തത് എന്നും കാണാം. ഇന്ത്യ കണ്ട എക്കാലത്തെയും വിപ്ലവകരമായ ബജറ്റാണ് അതെന്ന് BJP-ക്കാർ പോലും സമ്മതിക്കുന്നുണ്ട്. ഇറക്കുമതി കയറ്റുമതി നയം പരിഷ്കരിക്കുന്നതിനാണ് മൻമോഹൻ കൂടുതൽ ശ്രദ്ധ നൽകിയത്. ഈ ബജറ്റോടെ കസ്റ്റംസ് തീരുവ 220% നിന്ന് 150% കുറഞ്ഞു. ഇത് ആഗോളതലത്തിൽ ഇന്ത്യൻ വ്യാപാരത്തെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കി മാറ്റുകയായിരുന്നു. പ്രധാനമന്ത്രി PV നരസിംഹറാവു ഗവൺമെന്റിന്റെ കീഴിലും വിപ്ലവകരമായ ലിബറൽ നയങ്ങൾ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ചിട്ടുണ്ട്. ലൈസൻസ് രാജ് അവസാനിപ്പിച്ച് സർക്കാർ നിയന്ത്രണം കുറയ്ക്കുകയും സാമ്പത്തിക സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് ഈ കാലത്താണ്. ഈ സുപ്രധാന ബജറ്റാണ് ലോകമെമ്പാടുമുള്ള ഇന്ത്യയുടെ പ്രശസ്തി വർദ്ധിപ്പിച്ചത് എന്ന് ചരിത്രം തന്നെ പറയുന്നുണ്ട്. ഇതോടെയാണ് രാജ്യത്ത് വിദേശ നിക്ഷേപം അങ്ങനെ ഉയർന്നത്. ഇന്ത്യയുടെ സുപ്രധാന സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രാപ്തമാക്കിയ ബജറ്റ് കൂടിയായിരുന്നു എന്നും കാണാം. 1997 P ചിദംബരം ധനമന്ത്രിയായിരിക്കെ അവതരിപ്പിച്ച ബജറ്റിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. സാമ്പത്തിക വിദഗ്ധർ ഡ്രീം ബജറ്റ് എന്ന് വിശേഷിപ്പിച്ച ബജറ്റിൽ വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും കുറയ്ക്കുന്നതിനാണ് പ്രാധാന്യം നൽകിയത്. ഇതിനായി ഇരു നികുതികളുടെയും നിരക്ക് 40% നിന്ന് 30% കുറയ്ക്കുകയായിരുന്നു. സർചാർജുകൾ ഒഴിവാക്കുകയും റോയൽറ്റി നിരക്കുകൾ കുറയ്ക്കുകയും ചെയ്ത ഈ നീക്കം നികുതിദായകർക്ക് കാര്യമായ ആശ്വാസമാണ് നൽകിയത്. ഇന്ത്യ കണ്ടതിൽ വെച്ചുള്ള മികച്ച ബജറ്റ് എന്ന പേരും അന്ന് ഈ ബജറ്റിന് കിട്ടിയിരുന്നു. അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കീഴിൽ യശ്വന്ത് സിൻഹ അവതരിപ്പിച്ച ബജറ്റും ഇന്ത്യയുടെ സുപ്രധാന ബജറ്റുകളിൽ ഉൾപ്പെടുന്നതാണ്. കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ 21 ഇനങ്ങളുടെ കസ്റ്റംസ് തീരുവ കുറച്ച സിൻഹയുടെ ബജറ്റ് IT മേഖല സൃഷ്ടിച്ചത് വിപ്ലവകരമായ മാറ്റമാണ്. ഇന്ത്യയുടെ വ്യവസായ മേഖലയുടെ കുതിച്ചുചാട്ടത്തിന് തുടക്കം കുറിച്ചതും ഇതേ ബജറ്റ് തന്നെ. ഇന്ത്യയുടെ 92 വർഷത്തെ ബജറ്റ് പാരമ്പര്യത്തിന് വിരാമം ഇട്ടുകൊണ്ട് കേന്ദ്ര ബജറ്റും റെയിൽവേ ബജറ്റും സംയോജിപ്പിച്ചുകൊണ്ടാണ് 2017-18 വർഷത്തിൽ അരുൺ ജെയ്റ്റ്ലി ബജറ്റ് അവതരിപ്പിച്ചത്. ഏകീകൃത ബജറ്റ് നടപടിക്രമങ്ങൾ ആയാണ് ധനമന്ത്രി എന്ന നിലയിൽ അരുൺ ജെയ്റ്റ്ലി അന്ന് ബജറ്റ് അവതരിപ്പിച്ചതും. എന്നാൽ പിന്നീട് അത് സാധാരണ രീതിയായി മാറിയതോടെ ജെയ്റ്റ്ലിയുടെ ബജറ്റും ചരിത്രത്തിന്റെ ഭാഗമായി മാറി.